എപ്പിസോഡ് 6 ഓഫ് മേക്കിംഗ് എ ഷോർട്ട് ഫിലിം ഫ്രം സ്ക്രാച്ച്. ഇത് കഴിച്ചത് എപ്പിസോഡ് 6 ആണ്. ഇന്ന് ഡേ 15 ആണ്. ഡേ 15 ആണ് എപ്പിസോഡ് 6 റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും നാളെ മറ്റന്നാളെ എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ അതുപോലെ ഡെയിലി അപ്ഡേറ്റ്സ് ഇട്ടിട്ടില്ല. എപ്പിസോഡ് 6 എടുത്തിട്ടായിരിക്കും ഞാൻ ഡെയിലി അപ്ഡേറ്റ്സ് ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് 6 എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒരു ക്രൂ മെമ്പറിനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമാണ്. ഇനി ഒരു ക്രൂ, അതായത് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു ക്രൂ മെമ്പറിനെ, അതായത് ഒരു ക്രൂ മെമ്പറിനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുള്ള് ക്രൂ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ റിയലി നമുക്ക് പ്രൊഡക്ഷൻ്റെ സംഭവങ്ങളും റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ ക്രൂ മെമ്പറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ സൗണ്ട് റെക്കോർഡിസ്റ്റിനെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൗണ്ട് റെക്കോർഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ പറയും. അപ്പോൾ അതേപോലെ ഡയലോഗ് റൈറ്റിങ്ങിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. കാരണം ഡയലോഗ് എഴുതുമ്പോഴും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റേ ഇപ്പം കുറേ മുമ്പൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന ബ്രോ എന്താണ് ബ്രോ മൊടയാണോ മീമോടെ അറിയാം എന്താണ് ബ്രോ മൊടയാണോ മറ്റേ ആ സംഭവം, ആ ഡയലോഗിൽ ആ ഡയലോഗ് പോലെ ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഡയലോഗ് എഴുതുമ്പോഴത്തേക്ക് എന്താണ് ശ്രദ്ധിച്ചത് പറഞ്ഞാൽ അവിടെ ഡയലോഗിന് കുഴപ്പമൊന്നുമില്ല. ആ ആക്സെൻറ്റ് ആ സ്ഥലത്തെ സെയിം നോർമൽ ഡയലോഗാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പറയുന്ന ശൈലി, ആക്സെൻറ്റ്, ആ ഒരു പ്ലേസിങ്, അതൊക്കെ മറ്റേ സെയിം എന്നെ മീൻ ഇവിടെ കാണിച്ചേക്കാം. ആ ഡയലോഗൊക്കെ എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു ഫണ്ണി നമുക്കൊരു ഡയലോഗ്സൊക്കെ കിട്ടിയല്ലോ. എന്തായാലും ഒരു ആ സിനിമയിൽ വർക്കായില്ലെങ്കിൽ മീമായിട്ട് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡയലോഗ് എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഈയിടെ റിലീസായിട്ടുള്ളത് എന്തിനാടാ കൊന്നിട്ട്. അപ്പോൾ ആ ഡയലോഗിന് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ആയിരുന്നു. പക്ഷെ പറയേണ്ട ആക്സെൻറ്റും ആ ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പം എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നുകൊണ്ടായിരിക്കും നമുക്കതൊരു ഫണി ആയിട്ട് തോന്നിയത്. പക്ഷേ കുഴപ്പമില്ല. പിന്നെ ആ പറഞ്ഞ കണക്ക് തന്നെ സ്റ്റാർട്ടർ ആക്ടിങ് ആണ്. അപ്പം ഇനി അടുത്ത മൂവീസും കാര്യമൊക്കെ എന്തായാലും അഫ്കോഴ്സ് എല്ലാ ആക്ടേഴ്സും അങ്ങനെയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മൾ മറ്റേ ഫൺ പാർട്ടിലെടുക്കുമ്പോഴത്തേക്ക് ഒരു മീമായിട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടും എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നായിരിക്കും ഞാൻ ഡയലോഗിൻ്റെ കാര്യത്തിൽ പറയാൻ പോകുന്നത്. അതേപോലെ വൺ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കൂടി വീട്ടിൽ നിന്ന് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോ എനിക്ക് ചെറുതായി പോയി തോന്നിയില്ലേ, എപ്പിസോഡ് 5 ചെറുതായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇച്ചിരി അത്യാവശ്യം കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പിസോഡ് 6 ഞാൻ ലാസ്റ്റത്തെ ടോപ്പിക്കായിട്ട് പറയാൻ പോകുന്നത് ബ്ലോക്കിംഗ് ആൻഡ് സ്റ്റേജിങ് ആണ്. ബ്ലോക്കിംഗ് ആൻഡ് സ്റ്റേജിങ് എന്താണെന്നൊക്കെ ഞാൻ ആ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആദ്യം പറയുന്നത് നമ്മളെ സൗണ്ട് റെക്കോർഡേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. You can put like this or you can put it here. Yeah. This thing should be outside. Yeah. Cool. It's fine, bro. I'm sound recorder. Yeah. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സൗണ്ട് റെക്കോർഡിസ്റ്റ്. പുള്ളിയുടെ പേര് കബീർ മെഹ്ത്ത എന്നാണ്, ഫ്രം ഇന്ത്യ, മുംബൈ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വർക്ക് ഫ്ലോയും കാര്യങ്ങളൊക്കെ അറിയാം. പുള്ളി ഒരു മ്യൂസിക് ആർട്ടിസ്റ്റാണ്. ഞാൻ പുള്ളിയുടെ സ്പോട്ടിഫൈ, പുള്ളിയുടെ ആപ്പിൾ മ്യൂസിക് എല്ലാത്തിലുള്ള ആളാണ് കേട്ടോ. അതെല്ലാം ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊക്കെ എന്തായാലും അത് ചെക്ക് ചെയ്ത് നോക്കുക. അതൊക്കെ പുള്ളി ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ്, സൗണ്ട് റെക്കോർഡിസ്റ്റ് ആണ്, സൗണ്ടിൻ്റെ പരമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ മൂവിയിൽ പുള്ളി സൗണ്ട് റെക്കോർഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല, പുള്ളി ഇൻട്രൊഡക്ഷൻ പറഞ്ഞോട്ടെ. Okay, you can introduce yourself, bro. Hey guys, I'm Kabir. I'm a musician, a music producer, and I work in films. And me and Mo have worked together a lot already, so we're pretty used to working together. So I'm just curious to see how fun this is. Yeah, so like I said, in our movie, നമ്മളുടെ മൂവിയിൽ സൗണ്ട് റെക്കോർഡിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണല്ലോ. ഈവൻ സൗണ്ട് ഡിസൈനിങ് കുറേ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഓൾറെഡി നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പുള്ളിയോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ. So just for our viewers, like I'm going to ask like what all the things that you need to make sure before you start recording sound on the set, or like on the process. Before you start recording sound, I mean, there's a bunch of things you need to check. You need to see how big the room is, like what's in the rooms. Suppose like there's a chair, if there's any cushions, anything will change how they sound because of the hardness or softness or something. You also need to make sure you know how loud they're going to be. You need to make sure how, like, if there's wind and all that, you need to be surroundings, everything. You need to know everything about the location and how they're going to be speaking, how is their voice. Even like you said, the small cushions will affect like anything will affect. Like suppose I'm wearing this, I sound one way, and if I take this off, it will sound slightly different. Also, like when you're miking up the characters, you need to make sure that the dress sounds and so like also what they're wearing, because some material will touch the mic and make too much noise. Some material won't. That thing happened a lot while yeah so on the post process it is more harder to clean that up. And also like because it also depends on like what kind of
clothes they're wearing, because sometimes you need to make sure the mic is not seen, right? Yeah. And Yeah, sometimes, depending on how they're wearing clothes, what kind of clothes they're wearing, you need to make Yeah. sure the mic is placed in a way that you can capture the best quality with the least amount of even the position. Yeah, positioning, everything. Yeah. So like I said, if you want to like explain all the topics, what are the things I need to make sure before sound recording, we need to make a separate Yeah, video. we'll need. Yeah. Because there's a lot of things. Like I said, ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നല്ലേ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. നമ്മൾ പോണ സ്ഥലം, സറൗണ്ടിങ്സ്, ഈ പ്ലേസിങ്സ് കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ സൗണ്ട് റെക്കോർഡിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വേറൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്കിന് ബേസിക്കലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ സൗണ്ട് റെക്കോർഡിങ് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പം ഞാനിപ്പോൾ യൂട്യൂബിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ മൈക്കൊന്നും സറൗണ്ടിങ്സ് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ സൗണ്ട് ക്ലിയർ ആണോ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുന്നുണ്ടോ ആ ഒരു കാര്യം പോലെ തന്നെ. അപ്പോൾ ഇവൻ നിങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണത് ഓക്കെ ആണെന്ന് ചെയ്ത് നോക്കിയാൽ അത് മതി. പിന്നെ പ്രൊഫഷണലി കൂടെ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും പിച്ച് സൈലൻസിൽ നിങ്ങൾക്ക് ഡയലോഗ് ക്യാപ്ചർ ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ കണക്കത്തുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സൗണ്ട് റെക്കോർഡിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഒരു വീഡിയോ ഞങ്ങൾ രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. സോ ഐം ജസ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് if you want guys a separate video, what are the things I need to make sure before recording sound, I will make another video with us, with both too. Yeah, because if we add everything on this episode, it will become it'll become too long. Yeah. So it took me 9 years to learn. So like I said, he's a sound recordist. And so thank you so much, bro. No problem. Okay, bro, so if you want to say any other things to our viewers, you can continue. Guys, I cannot wait to start shooting for this film. The story is amazing. Yeah, and you guys need to watch it. It will change your life. I didn't reveal the story to them. Oh, you haven't? No, I haven't. Oh, good. The story is crazy. Yeah. അപ്പോൾ അതാണ് ഗൈസ് നമ്മളെ സൗണ്ട് റെക്കോർഡിസ്റ്റ്. പുള്ളിയുടെ സ്പോട്ടിഫൈ അതുപോലെ പുള്ളിക്ക് ആപ്പിൾ മ്യൂസിക് കൊണ്ട് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. സൗണ്ട് നമ്മൾ ക്രൂൺ ഡയറക്ഷനൊക്കെ കഴിഞ്ഞല്ലോ. നമ്മുടെ അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡയലോഗ് ലെവൽ. അത് ഈ ഡയലോഗ് മറ്റേ നമ്മളെ മീംസൊക്കെ മൈൻഡിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഡയലോഗിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അതും അതേപോലത്തെ സംഭവമാണ് കേട്ടോ. എട്ടായി കോഫി കുഴപ്പമില്ല, പക്ഷേ ആ ഒരു എന്താണ് സ്ലാങ് ആണോ ഡയലോഗ് ആണോ അതിൽ കുറച്ച് പ്ലേസ്മെൻ്റ് ആണോ കുറച്ച് കാര്യങ്ങൾക്ക് എല്ലാം കൂടെ വരുമ്പോഴാണ് ഈ മൊത്തത്തിൽ നമുക്കൊരു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടാതെ ഒരു ഫണ്ണി. അതിന് ഞാൻ പറഞ്ഞ എല്ലാ പ്രോസസ്സും ഒരുമിച്ച് വന്നെങ്കിലേ നമുക്ക് അവസാനത്തെ ഒരു നല്ല റിയൽ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് കാര്യം. അപ്പോൾ ഡയലോഗ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഡയലോഗ് റൈറ്റിങ്ങിനെ പറ്റി വലിയൊരു ടോപ്പിക്കാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി ഞാൻ എന്തൊക്കെ മേക്ക് ഷുവർ ചെയ്യുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പറയുമ്പം നമ്മൾ നറേഷൻ ചെയ്യുന്ന പോലെ എഴുതും സംഭവം. അങ്ങനെ നമ്മൾ ലൈവായിട്ട് പറയുക. അപ്പം ഞാൻ പറയുന്ന പല കാര്യവും ഞാൻ എഴുതുമ്പോൾ ഇതുവരെ കാര്യത്തിൽ എഴുതുന്ന ഞാൻ ഇരിക്കുകയായിരുന്നു, ഞാൻ പറയുകയായിരുന്നു, ഞാൻ എഴുതുകയായിരുന്നു. അപ്പം നാടകം അതുപോലത്തുള്ള ഈ ഡ്രാമ അല്ലെങ്കിൽ ഓൾഡ് ടൈമിങ്ങിലൊക്കെ അത് കുഴപ്പമില്ല, അങ്ങനത്തെ ഡയലോഗൊക്കെ വർക്കാവും. പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ സംസാരിക്കുമ്പോൾ നമ്മളെ മൂവിയിലായിക്കോട്ടെ നമ്മൾ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചില്ല. ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ളൊരു സ്ലാങ്ങോ അല്ലെങ്കിൽ കോൺവെർസേഷൻ വേർഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേ സെയിം കാര്യം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. കാരണം എത്രത്തോളം നാച്ചുറലായിട്ട് ഡയലോഗ് ഗ്രാവൊക്കെ ആൾക്കാർക്ക് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം നാച്ചുറലായിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ മറ്റേ ഈ നമ്മൾ ഗുണ്ടകളാണ് എന്തിനാടാ കൊല്ലുന്നത് ആ ഡയലോഗൊക്കെ ഓക്കെയാണ്, എന്തിനാടാ കൊല്ലുന്നത്. പക്ഷെ അത് ചിലപ്പം പറഞ്ഞ ആക്ഷനിലോ അല്ലെങ്കിൽ അത് ചെയ്ത ഷോട്ടിൽ മാച്ച് ആയില്ല നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരുന്നത്. അപ്പോൾ പല മൂവീസിലും പഴയ ചില മൂവീസൊക്കെ എടുത്ത് നോക്കും, പഴയ മൂവീസല്ല നമ്മൾ ചില ഷോർട്ട് ഫിലിംസും ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഡയലോഗ്സിന് ഭയങ്കര പ്രശ്നമായിരിക്കില്ല, നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇമ്പാക്റ്റ് എന്താണ് ആ ഒരു നാച്ചുറലൈസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എത്രത്തോളം നാച്ചുറലായിട്ട് കോൺവെർസേഷൻ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഞാൻ ഡയലോഗ് ഇപ്പോൾ എൻ്റെ മൂവിയിൽ കുറച്ച് ഡയലോഗ്സേ ഉള്ളൂ, പക്ഷേ ആ ഡയലോഗ് പോലും ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ ഞാൻ എന്തായിരിക്കും പറയുന്നത്, വേറൊരാൾ എന്തായിരിക്കും പറയുന്നത് എന്ന് അവരിൽ നിന്ന് എടുത്തിട്ട് നല്ല രീതിയിൽ മാച്ച് ആവുന്നത് ആൾക്കാർക്കും കൂടെ മനസ്സിലാവുന്ന ഒരു മാച്ചിങ് ഫോർമാറ്റ് എത്തിയിട്ടായിരിക്കും ഞാൻ ഡയലോഗ് അവിടെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഡയലോഗിൽ നിങ്ങൾ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഒരുപാട് ഡയലോഗ് റൈറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കുട്ടിക്ക് വേണ്ടി ഡയലോഗ് എഴുതുന്നെങ്കിൽ അതനുസരിച്ച് ഡയലോഗ് എഴുതണം. അങ്ങനെ ഒരുപാട് അവരെങ്ങനെ ചിന്തിക്കും എന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ വേണം ഡയലോഗ്. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അപ്പം ഞങ്ങൾ മുമ്പ് വർക്ക് ചെയ്തൊരു മൂവിയിൽ നമുക്കൊരു കിഡ് ആക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡയലോഗ് എഴുതാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. കാരണം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. കാരണം അവരെങ്ങനെ പറയും, അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നൊക്കെ നമുക്ക് അറിഞ്ഞെങ്കിൽ ആ ഒരു ഡയലോഗ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറേ പാടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ കിഡിൻ്റെ അടുത്ത് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറി എഴുതുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ക്യാരക്ടറിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ തന്നെ അറിഞ്ഞിരിക്കണം. ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഒരു ആക്ഷൻ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ.
ഇപ്പോൾ ഡയറക്ടർ നിങ്ങൾ മൂഡ് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ എന്താണ് ചെയ്യാൻ പോണത്, ക്യാരക്ടറിൻ്റെ മൈൻഡിൽ എന്താ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. അപ്പോൾ ആ ഐഡിയ വെച്ച് ക്യാരക്ടർ എന്ത് റിയാക്ട് ചെയ്യും, എന്ത് സംസാരിക്കും എന്നൊക്കെ നിങ്ങൾ എഴുതുവാണെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ കുറിച്ച് നാച്ചുറലായിട്ട് ഡയലോഗ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് ഡയലോഗിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നത് ഇത് കണക്ക് തന്നെ എത്രത്തോളം നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ഡയലോഗ് എഴുതാൻ പറ്റുമോ, എത്രത്തോളം നാച്ചുറലും കാഷ്വലും ആയിട്ട് വെക്കുകയാണെങ്കിൽ അതും അതേ ഇമ്പാക്റ്റിൽ തന്നെ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും. ഈ മൊത്തം നമുക്ക് ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ. അപ്പോൾ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൽ നമുക്ക് ആ സൗണ്ടും അതേപോലെ വിഷ്വൽസും എല്ലാം കൂടെ മാച്ച്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മാച്ച് ആയെങ്കിൽ അത് മറ്റൊരാൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഡയലോഗിന് ഇത്ര ഇമ്പോർട്ടൻറ്റ്. ആ ഒരു നാച്ചുറലിസം കറക്റ്റായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മറ്റൊരാളിലേക്ക് പാസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത്ര കാര്യങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നാച്ചുറലായിട്ട് വയ്ക്കാൻ നോക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കുക. അപ്പോൾ റിയൽ ലൈഫിൽ എന്താണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആ ഡയലോഗ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ചിലപ്പം പല മിസ്റ്റേക്കും കാരണം അതൊരു എഫക്റ്റ് കിട്ടത്തില്ല, ചിലപ്പോൾ ഒരു ഫണ്ണി ആയിട്ട് തോന്നും. നമ്മളിപ്പം റീസെൻ്റ്ലി എക്സാമ്പിളൊക്കെ ഉണ്ടല്ലോ, പറഞ്ഞ എക്സാമ്പിൾ പോലെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഫീൽ ആവും. അതൊന്നും വരാതിരിക്കാനായിട്ട് നാച്ചുറലായിട്ട് വയ്ക്കുക. സിമ്പിൾ, കീപ്പ് ഇറ്റ് നാച്ചുറൽ, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ തന്നെ ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഡയലോഗ് അവിടെ പറയുന്നു അതും കൂടെ നിങ്ങൾ ആലോചിക്കുക. എപ്പം ഹൊറർ പേടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരാൾ എന്താ പറയും, നമ്മൾ ആ ക്യാരക്ടറിൻ്റെ മൈൻഡിലുള്ള എന്തായിരിക്കും പറയുന്നത്, അങ്ങനെ ക്യാരക്ടറിനെ ചിന്തിച്ചിട്ട് നിങ്ങൾ പറയുക. ക്യാരക്ടറിൻ്റെ ഡെപ്ത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഡയലോഗ് എഴുതുക. അത്രയും കാര്യം ഡയലോഗ് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഡയലോഗ് ഫിക്സ് ചെയ്യുന്ന സ്റ്റേജിലായിരുന്നു. ഡയലോഗ് മൊത്തം ഞാൻ എപ്പോഴും ഫിക്സ് ആക്കിയിട്ടില്ല കേട്ടോ. ഡയലോഗ് ഇങ്ങനെ വീണ്ടും എൻ്റെ ആക്ടറിനോട് സംസാരിച്ച ആക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, നമുക്കൊരു ആക്ടറിനെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ആക്ടറിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എപ്പിസോഡ് കാണിക്കുന്നതായിരിക്കും. ഞാൻ ആക്ടറിനെ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത കുറച്ച് പീപ്പിളിന് മാത്രമേ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ എനിക്ക് റിപ്ലൈ തന്നിരുന്നു. 2 പേര് എനിക്ക് റിപ്ലൈ അയച്ചായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരാളെ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ അതൊക്കെ അടുത്ത എപ്പിസോഡിൽ ആക്ടറിൻ്റെ കാര്യം കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആക്ടർ എന്ത് പറയും, എന്ത് പ്രവർത്തിക്കും, എന്തായിരിക്കും ഡയലോഗ് പറയാൻ പോകണമെന്ന് ആലോചിച്ചിട്ട് ആ ഡയലോഗുകൾ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡയലോഗ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. ഈ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ ബ്ലോക്കിംഗ് ആൻഡ് സ്റ്റേജിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡയറക്ടർ, DOP, ഗ്യാഫർ, പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റ് ഇവരെല്ലാവരും കൂടി ഈ ബ്ലോക്കിംഗ് ആൻഡ് സ്റ്റേജിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കണം. ബ്ലോക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു പ്ലാനിങ് ആണ്. നമ്മളെ ക്യാരക്ടറിൻ്റെ മൂവ്മെൻറ്റ്, ഒരു ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടറുമായിട്ട് എങ്ങനെ സംസാരിക്കണം, എവിടെ നിൽക്കണം, അവരുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ്, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഹാൻഡ് മൂവ്മെൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു ക്യാരക്ടർ ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എവിടെ നിൽക്കണം, എവിടം വരെ നടക്കണം, എവിടം വരെ പോകണം, അതേപോലെ പ്രോപ്സ് എന്തെങ്കിലും സംഭവങ്ങൾ എടുത്ത് അപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ സബ്ജക്റ്റോ എന്തെങ്കിലും നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മെയിൻലി ഒരു പ്ലാനിങ് ആണ്. അപ്പം റിഹേഴ്സൽ ഇവിടുന്ന് ആക്ടർ വരുന്നു, ഏത് സ്ഥലത്ത് നിന്ന് ഫ്രെയിമിൽ നിന്ന് എൻ്റർ ആവുന്നു, അതിനാണ് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ സ്റ്റേജിംഗ് എന്ന് പറയും. സ്റ്റേജിംഗ് എന്ന് പറയുന്നത് ഇൻസൈഡ് ക്യാമറയുടെ ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, സെയിം കാര്യം. ആക്ടർ എങ്ങനെ ഏതെന്ന് വരുന്നു, ആക്ടറിൻ്റെ എത്ര പാട്ട്, ക്യാമറ ആംഗിൾ, അതുപോലെ ഈ ഒരു സ്റ്റേജിങ് ഫ്രെയിമിൻ്റെ അകത്ത് നമ്മളുടെ പ്രോപ്പ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരു ക്യാരക്ടർ വരുന്നുണ്ടോ, ഇൻട്രാക്ഷൻ സീൻ അങ്ങനെ കാണിക്കുന്നുണ്ടോ, മെയിൻലി ഒരു അറേഞ്ച്മെൻറ്റ്, റിഹേഴ്സൽ നമ്മൾ നല്ല രീതിയിൽ റിഹേഴ്സൽ ചെയ്തെങ്കിൽ ഈ നല്ല ബ്ലോക്കിങ് സ്റ്റേജിങ് കാര്യമൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എവിടെയാണ് നമ്മൾ ഈ മെയിൻലി ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കുറേ ക്യാരക്ടർ വരുന്ന സീൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈനിൽ നിന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു സ്റ്റിൽ ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ സ്റ്റിൽ ഷോട്ട് എടുക്കണമെങ്കിൽ നമ്മളെ ക്യാരക്ടർ നടന്നു വരുന്നെങ്കിൽ ഒരിടത്തുനിന്ന് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഫ്രെയിമിൽ നിന്ന് ഔട്ടായി പോകും. അപ്പോൾ അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത് ഫ്രെയിമിൻ്റെ അകത്തത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ. പിന്നെ ഫ്രെയിം ചെയ്യുമ്പോൾ കുറേ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ റൂൾ ഓഫ് തേർഡ്സ്, അങ്ങനെ ഒരുപാട് ഗോൾഡൻ സർക്കിൾ, അങ്ങനെ ഒരുപാട് റൂൾസ് ഉണ്ട്. പിന്നെ ഫ്രെയിമിൻ്റെ അകത്ത് എങ്ങനെ അവർ പ്രോപ്സ് എടുക്കുന്നു, എങ്ങനെ അത് കാണുന്നു, എത്ര mm ലെൻസ് ആണ്, ഏത് ആംഗിളാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്രെയിമിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ എല്ലാം സ്റ്റേജിങ് ആണ്. അപ്പം ഫ്രെയിമിൻ്റെ അകത്ത് വരണമെങ്കിൽ നമ്മൾ നേരത്തെ ബ്ലോക്കിംഗ് നടത്തണം. കറക്റ്റായിട്ട് ബ്ലോക്കിംഗ് നടത്തിയെങ്കിൽ ഒരു ക്യാരക്ടർ നേരെ വന്ന് ഇവിടെ നിൽക്കണം, റിഹേഴ്സൽ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. റിഹേഴ്സലിലും ബ്ലോക്കിംഗ് കറക്റ്റായിട്ട് സ്റ്റേജിങ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫൈനൽ ഷൂട്ടിലും നല്ല രീതിയിൽ അതിനൊക്കെ മൂവ്മെൻറ്റ്സും അതുപോലെ മറ്റ് പ്രോപ്പായിട്ട് ഇൻട്രാക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊരു പ്രൊഫഷണൽ, ഒരു അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും നല്ല മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ക്ലിയർ ആയിട്ട് തന്നെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഷോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് അതിലൊക്കെ ഒരുപാട് ഒരു ഒരു അറേഞ്ച്മെൻറ്റോ ഒന്നും കാണാത്ത, നിങ്ങളെ കോമ്പോസിഷൻ ശരിയാകത്തില്ല നല്ല രീതിയിൽ ഇത് ആലോചിച്ചില്ലെങ്കിൽ. കാരണം ഞാൻ പറയുന്നതൊക്കെ നിങ്ങളൊരു സ്റ്റിൽ ഷോട്ട് എടുക്കുകയാണല്ലോ. അപ്പോൾ ഒരു ആക്ടർ വന്ന് ഒരിടത്ത് നിന്നില്ല സൈഡ് അപ്പുറത്തോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫോക്കസ് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കോമ്പോസിഷൻ ശരിയാകത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഈ ബ്ലോക്കിങ് ആൻഡ് സ്റ്റേജിങ് കൂടെ നിങ്ങൾ ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത്, ഇപ്പോൾ എവിടെയാണ് എൻ്റെ ക്യാരക്ടർ നിൽക്കാൻ പോകുന്നത്, ഇവിടെ വന്നിട്ട് എൻ്റെ ക്യാരക്ടർ ചെയർ മൂവ് ചെയ്യും, അപ്പോൾ ആ ചെയർ എവിടം വരെയാണ് ഫ്രെയിമിൽ പോകുന്നത്, സ്റ്റേജിങ്ങിൻ്റെ പാട്ടാകുമ്പോൾ നിങ്ങളത് നോക്കണം.
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഷോർട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കമ്പോസ് ചെയ്യാനും നല്ല രീതിയിൽ വിഷ്വൽ മറ്റുള്ള ആൾക്ക് മനസ്സിലാവാനായിട്ട് വിഷ്വലി ബ്യൂട്ടിയും ആയിരിക്കും, നല്ലൊരു സ്റ്റോറി ടെല്ലിങ്ങും കൂടെ നിങ്ങൾ ഈ ബ്ലോക്കിംഗ് ആൻഡ് സ്റ്റേജിങ് പാർട്ട് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു തന്നെ സ്റ്റോറി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇത്ര കാര്യമില്ല. ഇനി വേറെ കുറേ ടോപ്പിക് ഉണ്ട് ഈ ബ്ലോക്കിംഗ് ആൻഡ് സ്റ്റേജിങ്. അതിലെല്ലാം പറയുന്നത് എൻ്റെ ജസ്റ്റ് ബേസിക് മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പിക്കിൽ ഒരുപാട് കാര്യമുണ്ട്. ലീഡിങ് ലൈൻസ്, അതുപോലെ ഷേപ്സ്, അതുപോലെ ഒരുപാട് റൂൾസ്, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ ഞാൻ ഇതെനിക്ക് വിചാരിച്ചു അങ്ങനെ നമ്മൾ മൂവി ഇറങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ അനാലിസിങ് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതിനെപ്പറ്റി കൂടുതലും കൂടെ പറഞ്ഞുതരാം. കാരണം ഇപ്പോൾ ഞാൻ റെഫറൻസ് കാണിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഇമേജസ് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ മൂവിയിൽ നമ്മൾ എങ്ങനെ ആ ഒരു ബ്ലോക്കിംഗ് ആൻഡ് സ്റ്റേജിങ് മാനേജ് ചെയ്തു, എന്തൊക്കെ റൂൾസാണ്, ഈ റൂൾ ഓഫ് തേർഡ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗോൾഡൻ സർക്കിൾ ഉപയോഗിച്ചോ, അങ്ങനത്തെ കുറേ കാര്യമൊക്കെ ഞാൻ എന്തായാലും മൂവി ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അനാലിസിസിൽ ഞാനും നമ്മൾ DOPയും കൂടെ ചേർന്നിട്ട് ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. എന്തെങ്കിലും വലിയ മൊമെൻറ്റ്സ് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ബ്ലോക്കിംഗ് ആൻഡ് സ്റ്റേജ് നേരത്തെ പ്ലാൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല തന്നെ ഹെൽപ്ഫുൾ ആയിട്ട് അത് വർക്ക് ആവുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ എപ്പിസോഡ് 6 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സീരീസ് ഒന്നും കണ്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ടിട്ട് വരിക. അപ്പോൾ എന്തെങ്കിലും സീരീസിൽ ഔട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. എന്തായാലും അടുത്ത വീഡിയോസിലും അല്ലെങ്കിൽ കമൻസിൽ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ മോർ ക്രൂ മെമ്പേഴ്സ്, ആക്ടേഴ്സ്, റിഹേഴ്സൽസ്, ലൊക്കേഷനിലൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾ പരിചയപ്പെടുത്തിയല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യമൊക്കെ എന്തായാലും റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഞങ്ങൾ എപ്പിസോഡും ഞങ്ങളുടെ സീരീസിൻ്റെ അപ്ഡേറ്റും അതുപോലെ ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമ്മൾ മൂവീസൊക്കെ അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു. കുറേ പ്രോസസ്സ് ഉണ്ട്. നമ്മളിപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് എൻഡ് ആവാറായി. എന്തായാലും ഇനി ഉടനെ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഇതൊക്കെ ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ എപ്പിസോഡ് 6 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇതുപോലെ നമ്മൾ ഷോർട്ട് ഫിലിമിൻ്റെ അപ്ഡേറ്റും മറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബൈ.